കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ വെയിറ്റ് കുറവും പൊക്കക്കുറവൊക്കെ ഉണ്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഒരു മാസം അടുപ്പിച്ച് നിങ്ങൾ ഇതൊരു ക്ലാസ് കൊടുത്തു വെക്കട്ടെ. കുട്ടികൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് വയ്ക്കും. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, അമ്മമാർക്കും കഴിക്കാം. വണ്ണം കുറവൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, വെയിറ്റ് കുറവൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിച്ചു വെക്ക്. പിന്നെ ഗർഭിണികൾക്കും കഴിക്കട്ടോ. കുട്ടികൾക്ക് നമ്മൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് വെയിറ്റ് വയ്ക്കാൻ നല്ലതാണേ. അപ്പം ഇതുപോലെ നിങ്ങൾ തലേന്ന് രാത്രി ഒരു 7 ബദാം വെള്ളത്തിട്ടൊന്ന് കുതിർത്തി വയ്ക്കുക. അന്ന് തന്നെ എടുക്കരുത് കേട്ടോ, പിറ്റേന്നാണ് എടുക്കാവുള്ളൂ. അപ്പോൾ 7 ബദാം ഇതുപോലെ വെള്ളത്തിൽ ഞാൻ കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് പിള്ളേർക്ക് കൂടെ ഡെയിലി കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് നല്ലതാണ്. ഞാൻ കഴിച്ചായിരുന്നു പ്രഗ്നൻസി സമയത്തൊക്കെ ഞാനിത് കഴിച്ചതാണ്. നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് വെയിറ്റ് വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്തോട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ 7 ബദാം കുതിർത്തത് നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ 3 ഈന്തപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ 3 ഈന്തപ്പഴം കുന്തൊക്കെ കളഞ്ഞിട്ട് പഴം കളഞ്ഞിട്ട് എടുക്കുക. നമ്മൾ ഈന്തപ്പഴം എടുത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ പീരീഡ്സ് ടൈമിലൊക്കെ വയറുവേദനയും അതല്ല ബ്ലഡ് കുറവും അയൺ കുറവൊക്കെ വരത്തില്ലേ, അങ്ങനെയുള്ളതിനും അന്ന് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ബ്ലഡ് ഉണ്ടാകാൻ നല്ലതാണ്, ഒക്കെ അതിന് നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. 3 ഈന്തപ്പഴം കുരു കളഞ്ഞെടുക്കുക. പിന്നെ പഴുത്ത് പോയ പഴമൊക്കെ കുട്ടികൾ കഴിക്കാൻ മടിയുണ്ടാവും. അപ്പം ഈ പഴുത്ത് പോയ പഴങ്ങളൊക്കെ നമ്മളിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ടേസ്റ്റോടുകൂടി തന്നെ കുട്ടികൾ കഴിക്കും. ഒരു രീതിയിലുള്ള ടേസ്റ്റ് വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം ചില കുട്ടികൾക്ക് പഴം ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ അറിയത്ത് പോകില്ല കേട്ടോ. ഇനി നമുക്ക് ബൂസ്റ്റിന് പകരമായിട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ആകുമ്പം അയൺ കണ്ടൻ്റൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പം ഈ നിങ്ങൾ ശർക്കര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ബൂസ്റ്റിൻ്റേതായ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ബൂസ്റ്റ് ഇടുകയും വേണ്ട കേട്ടോ. മൊത്തത്തിൽ നാച്ചുറൽ അല്ലേ. പിന്നെ നിങ്ങൾ ജിമ്മിൽ പോകുന്ന ജിമ്മന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഓട്സ് ഇട്ടില്ല, അയ്യോ ഇവിടെ വീട്ടിൽ ഓട്സ് ഇല്ല എന്ന് ഓർക്കണ്ട. ഓട്സ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മോനുണ്ടാക്കി കൊടുക്കുന്ന വൈകുന്നേരം, അവൻ ജിമ്മിലെ ട്രെയിനറാട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ ഡെയിലി കൊടുക്കുന്നതാണ്. പെട്ടെന്ന് ശരീരം വെക്കും കുട്ടികൾക്ക്. മോക്കും കൊടുക്കാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ഈ സ്കൂൾ അടച്ച് 2 മാസമൊക്കെ വീട്ടിലിരിക്കുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ആണെങ്കിലും സ്കൂളിൽ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും അവരത് നമ്മൾ നേരം കിട്ടാറില്ല. നമ്മൾ പുറകടന്ന് വേണം കുടിപ്പിക്കാനായിട്ട്. അപ്പം ഇതിങ്ങനെ ഇപ്പോൾ 2 മാസം വീട്ടിലിരിക്കുമല്ലേ, നിങ്ങളിതിങ്ങനെ കൊടുത്തു വെക്കുക. ഒന്നല്ലെങ്കിൽ രാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ചായയുടെ ടൈമിലൊക്കെ അന്നേരം ഇത് ഒരു ഗ്ലാസ് കൊടുത്താലും മതി, വയറ് നിറയും. അപ്പം ഓട്സ് ഇട്ടില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനിപ്പോൾ ഞാൻ പറഞ്ഞത് ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഓട്സും കൂടി വേണമെങ്കിൽ ചേർത്തിട്ട് കഴിക്കാം. ശരിക്കും നല്ലൊരു സ്മൂത്തി പോലെ ഇരിക്കും. നമുക്ക് വിശപ്പ് മാറും, ദാഹവും മാറും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുപോലെ ഒരു ഇതൊക്കെ ഇട്ട് കൊടുത്തോ, കുട്ടികൾ കഴിച്ചോളും. കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ കാണിച്ച് കണ്ടുപിടിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഇഷ്ടപ്പെടുകയും ചെയ്യും. അതല്ലെങ്കിൽ കുട്ടികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികളല്ല, ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുള്ള കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കോരി കൊടുക്കാം. കുറുക്ക് കൊടുക്കുന്ന പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാം നല്ലൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിന് പേജ് ഫോളോ കേട്ടോ.